Today in Something Special we present you Spunge, Cakes and Cakes, Tirur. Can we talk? Nowadays we celebrate moments with cakes and pastries. It has become a lifestyle with creams today. ബാംഗ്ലൂരിൽ നിന്ന് മാറിയതിനു ശേഷം മോൻ്റെ ബർത്ത്ഡേക്ക് തുടങ്ങിയതായിരുന്നു ഒരു ക്രിയേറ്റീവ് കേക്ക് വർക്കിന് വേണ്ടിയിട്ട് ഇവിടെ വരാൻ തുടങ്ങിയതും. എൻ്റെ എല്ലാ ഫങ്ഷൻസും വീട്ടിലെടുത്ത എല്ലാ ഫങ്ഷൻസും ഓരോ ബർത്ത്ഡേസിനാണെങ്കിൽ ശരി, വെഡ്ഡിങ് ആനിവേഴ്സറി ഇൻക്ലൂഡിങ് ഫെബ്രുവരി 14th അടക്കമുള്ള എല്ലാ പ്രോഗ്രാംസും അടക്കം ഞങ്ങളെ കേക്ക്സൊക്കെ വരുന്ന ഇവിടെ നിന്നാണ്. വളരെയധികം ക്രിയേറ്റീവും പിന്നെ ഞങ്ങൾ പറഞ്ഞ ഡിസൈൻ ചെയ്തിട്ട് കിട്ടാവുന്ന കേക്ക്സ് അടക്കം ഇവിടെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ആൻഡ് ദ ടേസ്റ്റ് വാസ് ദ ബെസ്റ്റ് വിച്ച് ഐ ഹാവ് ഗോട്ട് ഇൻ ഓവർ ഹിയർ. തിരൂർ ഒരു കേക്ക് ഷോപ്പ് തുടങ്ങുക എന്നുള്ളതിലേക്ക് എത്തിയപ്പോൾ എങ്ങനെയെങ്കിലും തുടങ്ങിയാൽ പോരാ എന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി വേണമെന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമുള്ളൊരു കാര്യമായിരുന്നു. കാരണം തിരൂർ അങ്ങനെ ഒരു കേക്ക് ഓർ പേസ്ട്രി ഷോപ്പ്, ഒരു സ്പെഷ്യാലിറ്റി ഷോപ്സ് ഇല്ല. അപ്പോൾ അതിലേക്കാണ് ഞങ്ങൾ ഫസ്റ്റ് എത്തുന്നത്. പിന്നെ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ചിന്തിച്ചപ്പോൾ ഒരു ലൈവ് കേക്ക്സിലേക്ക് ഞങ്ങൾ എത്തി. നമ്മൾ മറന്നുപോയൊരു ഓർഡർ അല്ലെങ്കിൽ പെട്ടെന്നൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് തിരൂർ അങ്ങനെ ഒരു സംഭവമില്ല. എവിടെയെങ്കിലും പോയി പെട്ടെന്നൊരു കേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ്, ഒരു വൈറ്റ് ഫോറസ്റ്റ് എന്നുള്ള ലിമിറ്റേഷൻസിലേക്ക് എത്തിച്ചേരേണ്ടി വരും. അപ്പോൾ അതൊന്നും മാറിയില്ല. നമ്മൾ തന്നെ അഭിമുഖീകരിച്ചിട്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ ഞങ്ങൾ തന്നെ സംസാരിക്കുമ്പോൾ പറയുമായിരുന്നു നമുക്ക് തിരൂർ അങ്ങനെ സംഭവം ഇല്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ അതിലേക്ക് എത്തുന്നത്. നമ്മുടെ കേക്ക്സ് നമ്മുടെ ഓൺ റെസിപ്പി എന്താണ് ചെയ്യുന്നത്. അത് സ്പെഷ്യാലിറ്റി ആയിട്ട് നമ്മൾ അതാണ് കൂടുതൽ നമ്മൾ ചെയ്യുന്നത്. ഒരു മറ്റുള്ള കേക്കുകളിൽ നിന്ന് നമുക്ക് ഡിഫറെൻ്റായിട്ട് നമ്മളുടേതായ ഒരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണത്. അപ്പം അതിൽ വരുന്നത് കൂടുതലും കാരമൽ നട്ട്സ്, ബട്ടർ സ്കോച്ച്, ആസിഡ് നട്ട്സ്, ഇതിൻ്റെയൊക്കെ ഫില്ലിങ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഓൺ റെസിപ്പി ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ കേക്ക് മറ്റുള്ള കേക്കുകളിൽ നിന്നും ഡിഫറെൻ്റായിട്ട് നമ്മൾ ഫസ്റ്റ് വന്നപ്പോൾ ഇങ്ങനൊരു സ്ഥലം തിരൂരുണ്ട് നമുക്കറിയില്ലായിരുന്നു. കാരണം അത്രയും ഒരു കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയർ. അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള ആംബിയൻസ് നമുക്ക് വളരെ ഒരു ഡിഫറെൻ്റായി തോന്നി. പിന്നെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ടുള്ള നമ്മുടെ ഗസ്റ്റുകൾ അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഈ കോളേജ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഫാമിലീസൊക്കെയാണ്. അപ്പം അവരുടെ ഒരു ഗ്യാതറിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കേക്ക് കട്ടിങ്, ബർത്ത്ഡേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബ്രൈഡൽ ഷവറോ അല്ലെങ്കിൽ ബേബി ഷവറോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിന് അവർ പറയുകയാണ് കുറച്ച് ഡെക്കറേഷൻസ്, ബലൂൺസ് അല്ലെങ്കിൽ വേറെ അതിന് വേണ്ടിയിട്ടുള്ള തീമായിട്ടുള്ള ലൈറ്റിങ്സ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കും. ചിലപ്പോൾ നമുക്ക് ഒരു ബ്രൈഡൽ ഷവറൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സും ഗേൾസ് വരുമ്പോൾ അവർ എല്ലാവരും ഒരു കളർ തീം ഉണ്ടാവും, ചിലപ്പോൾ കളർ കോഡ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ചിലപ്പോൾ നമുക്ക് എല്ലായിടത്തും നമുക്ക് ഒരു കോഫി ഷോപ്പിൽ ചെയ്ത് കൊടുക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് സ്റ്റാഫും അതിനുള്ള മാൻ പവർ ഉള്ളതുകൊണ്ട് നമുക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ ലെവലിൽ തന്നെ അവർക്ക് എന്താണ് ആവശ്യം. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും പ്രീ ഓർഡേഴ്സാണ് അധികം ഇങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ വരാറ്. ഇപ്പോൾ ഈവൻ നമുക്ക് പെട്ടെന്ന് ഇന്ന് രാവിലെ പ്ലാൻ ചെയ്ത സംഭവമാണ് വൈകുന്നേരത്തേക്ക് വേണമെങ്കിൽ കൂടി നമുക്ക് അതിൻ്റെ രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും.
തന്നെ നമ്മളെ സ്റ്റാഫായാലും ശരി നല്ല പരിചയസമ്പന്നനായ സ്റ്റാഫുകളാണ്. നല്ല കസ്റ്റമേഴ്സ് ഏത് ഡിസൈൻ വന്ന് കാണിച്ചു തന്നാലും നമ്മളത് അതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ കോഫി ഷോപ്പിലായാലും ശരി നല്ല സാൻഡ്വിച്ച്, ബർഗർ, പിസ്സ, ഡോണറ്റ്, എല്ലാ കാപ്പിച്ചോ എല്ലാ ഐറ്റംസും ഉണ്ട്. ഇവിടെ വന്നപ്പോൾ തന്നെ അവരെൻ്റെ അടുത്ത് പറഞ്ഞത് നമുക്ക് മറ്റുള്ളൊരു കോപ്പി അടിക്കുന്ന ഒരു സെറ്റപ്പ് നമുക്ക് വേണ്ട, നമുക്ക് നമ്മുടേതായിട്ടുള്ള അവർ ഓൺ റെസിപ്പിയാണ് വേണ്ടത്. നമുക്ക് നമ്മുടെ ഒരു ടേസ്റ്റ് വേണം, പുറത്ത് പോയിട്ട് ആ ഒരു ടേസ്റ്റ് കിട്ടരുത്. അതായത് നമ്മൾ ഇവിടെ വന്നിട്ട് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാം ഇപ്പം നമ്മുടെ ചെയ്യുന്ന എല്ലാം നമ്മുടെ റെസിപ്പിയാണ്. അതായത് നമ്മുടെ ടേസ്റ്റ് ഇവിടെ നിന്ന് കഴിക്കുന്നത് പുറത്ത് പോയിട്ട് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല, നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഈവൻ നമ്മുടെ പാറ്റീസ് ആയാലും ബർഗർ ചെയ്യുന്ന പാറ്റീസ് ആണെങ്കിലും മസാലകളാണെങ്കിലും ഗ്രേവീസ് ആണെങ്കിലും എല്ലാം ഈവൻ മയോ ഡിപ്പ് വരെ നമ്മൾ നമ്മുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്, നമ്മുടെ ടേസ്റ്റിലാണ് ചെയ്യുന്നത്. പിന്നെ കൂടുതൽ ഇപ്പോൾ നമുക്ക് ഡിമാൻഡ്സ് ഇപ്പോൾ വരുന്നത് സർപ്രൈസ് കേക്ക്സ് കൊടുക്കുക എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ കൂടുതലും ഗൾഫ് മേഖലയിൽ നിന്ന് ഇതേപോലെ കുറേ റിക്വസ്റ്റുകൾ വരാറുണ്ട്. അപ്പോൾ കൂടുതൽ ഓൺലൈൻ കേക്ക്സ് പോകുമ്പോൾ ഭയങ്കര റേറ്റും കാര്യങ്ങളൊക്കെ ആണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഓൺലൈൻ കേക്ക് ഡെലിവറി എന്നുള്ള രീതിയിൽ നമ്മൾ ഷോപ്പ് ബേസിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളെ ഭാഗത്തു നിന്ന് നമ്മൾ ഡെലിവറി ചെയ്ത് അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഫുൾഫിൽ ചെയ്തിട്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കേക്ക് അതിൻ്റെ കൂടെ ഒരു ബൊക്കെ അല്ലെങ്കിൽ ടെഡി ബിയർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ കൂടെ വെച്ച് വൈഫിനോ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടിനോ അല്ലെങ്കിൽ വുഡ് ബിക്കോ ആർക്കെങ്കിലും ഒരു സർപ്രൈസ് അല്ലെങ്കിൽ ഫാമിലിയിൽ ആർക്കെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കണമെങ്കിൽ നമ്മളത് സെറ്റ് ചെയ്ത് അവർക്ക് ഏത് ടൈമിലാണോ വേണ്ടത് ആ രീതിയിൽ നമ്മൾ സർപ്രൈസ് ഗിഫ്റ്റുകളായിട്ട് കേക്ക്സും ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ സാരഥികൾ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് 3 പേർക്കും ഇതൊരു ബിസിനസ് മാത്രമല്ല, ഞങ്ങൾക്ക് 3 പേർക്കും ഒരു പാഷനും കാര്യങ്ങളൊക്കെയാണ്. അതുകൂടാണ്ട് ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് കൊടുത്ത് അവരുടെ കയ്യിൽ നിന്നൊരു ഫീഡ്ബാക്ക് കിട്ടി താങ്ക്സ് പറഞ്ഞ് പോകുമ്പോൾ നമ്മുടെ മനസ്സാണ് കൂടുതലും നിറയുന്നത്. അതിൽ നമ്മൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് നല്ലതാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് വരും എന്നുള്ളതാണ് നമ്മുടെ വിജയമായി നമ്മൾ കാണുന്നത്. Thank you for watching the episode. Kindly do subscribe for coming episodes.